ഹലോ നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ കുറെ നാളായി സബ്സ്ക്രൈബറുടെ ക്വസ്റ്റ്യൻ്റെ ആൻസറുമായിട്ട് വന്നിട്ട്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സബ്സ്ക്രൈബറുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ്. ഒന്നല്ല, ഒന്നിൽ കൂടുതൽ കുറെ പേര് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇതിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതായത് എങ്ങനെ ദുബായിൽ വരാം, എന്തൊക്കെ ക്രൈറ്റീരിയകളാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെയാണ് വേണ്ടത്, എങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഒരു ഡീറ്റെയിൽസ് വൈസ് വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും എനിക്ക് പേഴ്സണലി ഒന്നും കൂടിയും പറയാവോ, എങ്ങനെയാണ് ഇപ്പൊ നാട്ടിൽ ഇത്ര എക്സ്പീരിയൻസ് ഉണ്ട്, അപ്പൊ ഇവിടെ ഇനി വരാനായിട്ട് എങ്ങനെയൊക്കെ ശ്രമിക്കണം, എന്തൊക്കെ ക്രൈറ്റീരിയകളാണ് മീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഓർത്തുന്നത് അത് ഒന്നും കൂടി ഒരു വീഡിയോ ആയിട്ടിടാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ എന്റെ ചാനലിൽ ഞാൻ എന്നും ജോബ് ഓഫറുകൾ ഇട്ടിട്ടുണ്ട് കേട്ടോ, വാക്കൻസികൾ എന്നും ഇടുന്നുണ്ട്. അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണം. മാക്സിമം ജോബ് ഓഫറൊക്കെ യൂട്ടിലൈസ് ചെയ്യണം. അത് കുറെ മാസത്തേക്കൊന്നും ഉണ്ടാവില്ല, ഇടുന്നോ അതിന്റെ ഒരാഴ്ചയുടെ ഉള്ളിൽ നിങ്ങളെ മാക്സിമം അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എന്താ വെച്ചാൽ സോഷ്യൽ മീഡിയ ആണ്, ഹ്യൂജ് ആൾക്കാർ കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വേക്കൻസി ഫില്ലായിട്ട് വരും. അപ്പൊ ചിലപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. അപ്പൊ അറിയാലോ, സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇടുമ്പോൾ എല്ലാവരും തന്നെ വാച്ച് ചെയ്യും. അപ്പൊ എല്ലാവരും തന്നെ ട്രൈ ചെയ്യും. അപ്പൊ ഹ്യൂജ് അപ്ലിക്കേഷൻ പോകുമ്പോൾ അവര് എല്ലാവരും സെലക്ട് ചെയ്യില്ല. അവർക്ക് വേണ്ട പൊസിഷനിൽ വേണ്ട എത്രയാണോ വേണ്ടത് അത്ര ആൾക്കാരെ മാത്രമേ എടുക്കുള്ളൂ. അതും വിത്ത് എക്സ്പീരിയൻസ് കാര്യങ്ങളെല്ലാം നോക്കി ആർക്കാണോ നല്ല ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അവർക്കാണ് മുൻഗണന കൊടുക്കുള്ളൂ. അപ്പൊ കിട്ടിയില്ല എന്നോർത്ത് ആരും വിഷമിക്കരുത്. ഞാൻ ഡെയിലി പോസ്റ്റ് ചെയ്യുന്നുണ്ട് യുഎയിലെ വാക്കൻസി, നഴ്സിംഗ് വാക്കൻസിനെ കുറിച്ചിട്ടുള്ളത്. അപ്പൊ എപ്പോഴും എന്റെ പ്രൊഫൈലും എന്റെ അതുപോലെ തന്നെ യൂട്യൂബ് ചാനലും നിങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബർ ചോദിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ ER-ലാണ് എക്സ്പീരിയൻസ് ഉള്ളത്. 2 ഇയർ ആയിട്ട് ER-ലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മെയിൽ നേഴ്സ് ആണ്. എങ്ങനെയാണ് ദുബായിൽ വരാൻ ആഗ്രഹിക്കുന്നുണ്ട്, എങ്ങനെയാണ് ദുബായിൽ വരിക, എന്തൊക്കെ ക്രൈറ്റീരിയ ആണ് മീറ്റ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ദുബായിൽ നിങ്ങൾ വരാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു. അപ്പൊ സബ്സ്ക്രൈബർക്ക് ഓൾറെഡി ER-ലും അതും മെയിൽ നേഴ്സ് ആണ്, നല്ല എക്സ്പീരിയൻസ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഏത് എമിറേറ്റ്സിലാണ് വരാൻ ഉദ്ദേശിക്കുന്നത്, അതായത് നിങ്ങൾക്ക് എവിടെയാണോ വില്ലിംഗ് ആയിട്ടുള്ളത്. ഇപ്പൊ അബുദാബി ഉണ്ട്, മലൈൻ ഉണ്ട്, ദുബായ് ഉണ്ട്, ഷാർജ ഉണ്ട്, പിന്നെ ഉണ്ട്, ഉമ്മുൽഖോയിൻ ഉണ്ട്, അതുപോലെ ഫുജറ ഉണ്ട്. അപ്പൊ കുറെ എമിറേറ്റ്സുകൾ ഉണ്ടല്ലോ UAE-ൽ. അപ്പൊ നിങ്ങൾ ഏത് എമിറേറ്റ്സിലാണ് വരാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നെങ്കിൽ ആ ഒരു എമിറേറ്റ്സിന് വേണ്ട, ആ ഒരു അതോറിറ്റിക്ക് വേണ്ട എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. അതായത് ഇപ്പോൾ ദുബായിലേക്കാണെങ്കിൽ DHA ആണ് വേണ്ടത്. അതുപോലെ അലൈൻ അബുദാബി ആണെങ്കിൽ DOH ആണ് വേണ്ടത്. അതുപോലെ ഷാർജയിലാണെങ്കിൽ SHA ആണ് വേണ്ടത്. പിന്നെ അജ്മാൻ, ഉമ്മുൽഖോയിന് അല്ലെങ്കിൽ ഫുജറ ആ ഭാഗത്തൊക്കെ ആണെങ്കിൽ MOH ആണ് വേണ്ടത്. അപ്പൊ നിങ്ങൾ ആദ്യം തീരുമാനിക്കുക ഏത് എമിറേറ്റ്സിലാണ് നിങ്ങൾക്ക് ജോബ് സെർച്ച് ചെയ്യാൻ അല്ലെങ്കിൽ വരാനായിട്ട് ആഗ്രഹമെങ്കിൽ ആ ഒരു അതോറിറ്റിയുടെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി 2 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ അതിന് ഡാറ്റ ഫ്ലോക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്യുക, എക്സാമിൽ പ്രിപ്പയർ ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗുഡ് സ്റ്റാൻഡിങ്, ഡാറ്റ ഫ്ലോയുടെ മുന്നേ ആയിട്ട് നമുക്ക് ഗുഡ് സ്റ്റാൻഡിങ് വേണം, BLS സർട്ടിഫിക്കറ്റ് വേണം. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ സർട്ടിഫിക്കറ്റും രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടാവണം. അതുപോലെ തന്നെ നമുക്ക് പാസ്പോർട്ട് വേണം, പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം. ഇത്രയും കാര്യങ്ങൾ വേണം ഡാറ്റ ഫ്ലോ അപ്ലൈ ചെയ്യാനായിട്ട്. വൺസ് ഡാറ്റ ഫ്ലോ നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ വൺസ് എക്സാം ഫിനിഷ് ആയ സമയത്ത് നിങ്ങൾ ഡാറ്റ ഫ്ലോ അത് നിങ്ങളുടെ കൺവീനിയന്റ് ആയിട്ടുള്ള ടൈമിൽ നിങ്ങളാക്കുക. ഒന്നില്ലെങ്കിൽ എക്സാമിന് വേണ്ടിയിട്ട് എക്സാം പ്രിപ്പയർ ചെയ്ത് എക്സാം പാസ് ആവുക. അതിനുശേഷം ഡാറ്റ ഫ്ലോക്ക് വേണ്ടിയിട്ട് കൊടുക്കുക. എന്നിട്ട് ഡാറ്റ ഫ്ലോ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റും എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഇന്ത്യൻ എംബസി രജിസ്ട്രേഷൻ കഴിക്കുക. അതുപോലെ തന്നെ മൊഫയും ചെയ്ത് വെക്കുക. ഇത്രയും ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്ത് തുടങ്ങുക. അപ്പൊ നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്തതിന് അത്രത്തോളം കിട്ടണം എന്നില്ല. പക്ഷെ സബ്സ്ക്രൈബർക്ക് ER-ലെ എമർജൻസിയിൽ നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ നാട്ടിൽ നിന്ന് ട്രൈ ചെയ്താൽ പോലും നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങളൊരു മെയിൽ നേഴ്സ് ആയതുകൊണ്ട് ഉറപ്പായും ഹ്യൂജ് വാക്കൻസി ഉണ്ട് മെയിൽ നേഴ്സസിന്. ER മാത്രമല്ല, നിങ്ങൾക്ക് ഓപ്പറേഷൻ തിയേറ്റർ അല്ലാതെ അതുപോലെ തന്നെ ആംബുലൻസ് നേഴ്സിനൊക്കെ ഇപ്പൊ നല്ല സാലറി ഉണ്ട്. അതുപോലെ ഡ്യൂട്ടി കാര്യങ്ങളെല്ലാം നല്ലതാണ്. അപ്പൊ ആംബുലൻസ് നേഴ്സിന് വേണ്ടി പ്രത്യേകമായിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റും കൂടി എടുക്കണം. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെങ്കിൽ കമന്റ് ഇട്ടാൽ മതി. ഞാൻ അതിനെക്കുറിച്ച് മാത്രമായിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് ഒരു വീഡിയോ ഇടാം കേട്ടോ, ആംബുലൻസ് നേഴ്സിനെ കുറിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ നല്ലൊരു CV പ്രിപ്പയർ ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അതായത് വൺസ് നിങ്ങൾ ഏത് എമിറേറ്റ്സിലാണ് വരാൻ ഉദ്ദേശിക്കണമെങ്കിൽ ആ ഒരു എമിറേറ്റ്സിന്റെ അതോറിറ്റിയുടെ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് എക്സാം പാസ്സാവുക. എക്സാം പാസ്സായതിനു ശേഷം നിങ്ങൾ ഡാറ്റ ഫ്ലോ
അല്ലെങ്കിൽ ബിഫോർ ഡാറ്റ ഫ്ലോ കാര്യങ്ങൾ ചെയ്യാം. അതിന് മുന്നേ ആയിട്ട് ഡാറ്റ ഫ്ലോയുടെ മുന്നേ ആയിട്ട് കുറെ കാര്യങ്ങൾ എടുക്കാനുണ്ട്. ഗുഡ് സ്റ്റാൻഡിങ്, ട്രാൻസ്ക്രിപ്റ്റ്, നിങ്ങളുടെ രജിസ്ട്രേഷൻ, അതുപോലെ തന്നെ BLS, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം എടുക്കുക. എന്നിട്ട് അറ്റ് എ ടൈമിൽ ഡാറ്റ ഫ്ലോയ്ക്ക് വേണ്ടിയിട്ട് കൊടുക്കുക. ഡാറ്റ ഫ്ലോയിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് മസ്റ്റ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നല്ലൊരു CV പ്രിപ്പയർ ചെയ്യുക. എക്സാം പാസ്സായതിനു ശേഷം എലിജിബിലിറ്റി എടുക്കുക. എലിജിബിലിറ്റി എടുത്തതിന് ശേഷം ഞാൻ പറഞ്ഞ പോലെ എന്റെ പ്രീവിയസ് വീഡിയോസ് ഒക്കെ പോയി കാണാം. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ അപ്ലൈ ചെയ്യാം, ഏതൊക്കെ സൈറ്റിൽ അപ്ലൈ ചെയ്യാം, ഗവൺമെന്റിൽ എങ്ങനെ അപ്ലൈ ചെയ്യാം, അതുപോലെ പ്രൈവറ്റിൽ എങ്ങനെയൊക്കെ ചെയ്യാന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് കാണണമെങ്കിൽ ഞാൻ നിങ്ങൾ എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി. ഞാൻ ആ വീഡിയോ നിങ്ങൾക്ക് ലിങ്ക് അയക്കാം. അപ്പൊ നിങ്ങൾക്ക് അത് കാണുമ്പോൾ ഒന്നും കൂടി മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ട് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. ഏറ്റവും ബെറ്റർ നാട്ടിലല്ല, നിങ്ങൾ ഇവിടെ വന്നിട്ട് അപ്ലൈ ചെയ്യുക. ഇവിടെ വന്ന് ട്രൈ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായി നിങ്ങൾക്ക് കിട്ടും. മെയിൽ നേഴ്സ് ആയതുകൊണ്ട് തന്നെ ചാൻസ് മോർ ആണുള്ളത്. അതും ഈ എമർജൻസി എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇൻക്ലൂഡിങ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ അടക്കം കിട്ടാനായിട്ട് മോർ ചാൻസ് കൂടുതലാണ്. അപ്പൊ അങ്ങനെ ട്രൈ ചെയ്യുക. പക്ഷെ അതിന് മുന്നേ ആയിട്ട് നാട്ടിൽ നിന്ന് ഇത്രയും കാര്യങ്ങളെല്ലാം ചെയ്തു വരുവാണെങ്കിൽ മച്ച് മോർ ബെറ്റർ ആയിരിക്കും. ഇവിടെ വന്നിട്ട് വീണ്ടും കിടന്ന് അലയേണ്ട ആവശ്യമില്ല. ഇവിടെ വന്ന് ട്രൈ ചെയ്യുക. ഓരോ ജോബ് ഓഫറുകൾക്കും വേണ്ടിയിട്ട് നല്ല CV ഉണ്ടാക്കിയതിന് ശേഷം കൊടുത്തു തുടങ്ങുക. ഉറപ്പായിട്ടും എന്തെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ജോലി കിട്ടും. ഇൻക്ലൂഡിങ് ഗവൺമെന്റ് ഇല്ലെങ്കിൽ പോലും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അടക്കം ജോലി കിട്ടും. നല്ല സാലറിയിൽ ഉള്ള ജോലി കിട്ടും. ഇപ്പൊ RN ആവുമ്പോൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസും കൂടി ഉള്ളത് കൊണ്ട് ഫ്രഷർ നാട്ടിലെ എക്സ്പീരിയൻസ് ആണെങ്കിൽ പോലും ഇവിടെ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് ഒരു 5,000 തൊട്ടിട്ട് ഒരു 10-12,000 വരെയുള്ള സാലറി കിട്ടുന്ന ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ് മെയിൽ നേഴ്സിന് ഉള്ളത് കേട്ടോ. ഫീമെയിൽസിനും ഉണ്ട്. മെയിലിന് കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആണ്. ജോലി പെട്ടെന്ന് കിട്ടാനായിട്ട് മച്ച് മോർ ഈസിയാണ്. മാക്സിമം ലൈസൻസും കാര്യങ്ങളും എല്ലാം എടുത്തിട്ട് പ്രോപ്പർ ഇതിലായിട്ട് വന്നിട്ട് ട്രൈ ചെയ്തതിന് ഉറപ്പായിട്ടും കിട്ടും. ഇത്രേ ഉള്ളൂ ക്രൈറ്റീരിയ. വലിയ കാര്യങ്ങളൊന്നുമില്ല. ഓൾറെഡി ചെയ്യുന്നുണ്ട് നമ്മൾ നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസേ ഉള്ളൂ പ്രോമെട്രിക് എക്സാം എഴുതാനായിട്ട്. അപ്പൊ അതൊരു ക്രാഷ് കോഴ്സ് എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. അറ്റ് എ ടൈമിൽ തന്നെ BLS നിങ്ങൾ ക്രാഷ് കോഴ്സ് എടുത്തിട്ട് BLS ACLS എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് വൺസ് എമർജൻസി കാര്യങ്ങളൊക്കെ കിട്ടുവാണെങ്കിൽ ACLS കൂടി ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഗുഡ് സ്റ്റാൻഡിങ് കാര്യങ്ങളെല്ലാം ട്രൈ ചെയ്ത് എടുത്തിട്ട് എടുക്കുക. ഇതിനൊക്കെ ടൈം പീരീഡ് ഉണ്ട്. അപ്പൊ അതൊക്കെ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എടുക്കുക. എടുത്തതിന് ശേഷം ഡാറ്റ ഫ്ലോ കംപ്ലീറ്റ് ചെയ്ത് എലിജിബിലിറ്റി എടുക്കുക. അപ്പൊ നിങ്ങൾക്ക് ലൈസൻസ് ആയി. പിന്നെ നിങ്ങൾ ഏത് ഇതിലേക്കാണോ എന്നുള്ളെങ്കിൽ അതിനനുസരിച്ചിട്ട് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. എന്റെ വീഡിയോസ് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുക. ഞാൻ എന്നും പോസ്റ്റ് ചെയ്യുന്നുണ്ട് വേക്കൻസീസിനെ കുറിച്ചിട്ടുള്ളത്. അപ്പൊ മാക്സിമം അതിലെല്ലാം കയറിയിട്ട് നല്ല CV ഉണ്ടാക്കിയ ശേഷം അപ്ലൈ ചെയ്ത് തുടങ്ങുക. ഉറപ്പായും ജോലി കിട്ടും. ഇത്രേ ഉള്ളൂ. വലിയ കടമ്പയും കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ജോലി കിട്ടുകയും ചെയ്യും. ശ്രമിച്ചാൽ നമുക്ക് ദുബായിൽ എത്താനും വേണ്ടിയിട്ട്. സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുള്ളത് ദുബായിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫോക്കസ് ചെയ്തതിന് ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഇവിടെ വന്ന് അപ്ലൈ ചെയ്യുക. ഞാൻ എല്ലാവരോടും പറയുന്നതാണ്, UAയിൽ നിങ്ങൾ പ്രസന്റ് അവൈലബിൾ ആയിരിക്കണം. നിങ്ങളെ അഡ്വാൻസ് നിങ്ങൾക്ക് ഇപ്പൊ എവിടെന്നെങ്കിലും വിളി വരുവാണെങ്കിൽ പോലും നിങ്ങൾ UAയിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചാൻസ് വളരെ 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 കുറവായിരിക്കും. അപ്പൊ എപ്പോഴും UAയിൽ വന്നിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അങ്ങനെ ആകുമ്പോൾ മോർ ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ മെയിൽ നേഴ്സിനും ചാൻസ് കൂടുതലാണ്. മനസ്സിലായെന്ന് വിചാരിക്കണു. വേറെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് എനിക്ക് മെസ്സേജ് അയക്കണം. ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഉറപ്പായും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.